Greetings from St. Joseph College of Communication, Changanasheri. I am Nidhin Babu, Assistant Professor, Department of Commerce. Today, we will discuss about how the residential status of an SSC can be determined for 2024-25 assessment year. The residential status is very important in determining the tax liability of an SSC. This is because the total income of the SSC during the previous year is computed on the basis of the residential status in India. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു SSCയുടെ ഇൻകം ടാക്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതും അയാൾ ഏതൊക്കെ ഇൻകത്തിന് വേണം ടാക്സ് അടയ്ക്കേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നതും. ഓക്കെ, the term residential status has been coined under the income tax laws of India and must not be confused with an individual's citizenship in India. An individual may be a citizen of India but may end up being a non-resident for a particular year. Similarly, a foreign citizen may end up being a resident of India for income tax purposes for a particular year. അതായത് ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് പുള്ളി റെസിഡൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു ഫോറിൻ സിറ്റിസൺ ഇന്ത്യയിൽ റെസിഡൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് സിറ്റിസൺഷിപ്പും ഈ പറഞ്ഞ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, for the purpose of income tax in India, the income tax laws in India classify taxable persons as resident and non-resident. The resident individuals are further classified into ordinarily resident and not ordinarily resident. അതായത് ടാക്സ് പേർപ്പസിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിനെ റെസിഡൻ്റ് എന്നും നോൺ റെസിഡൻ്റ് എന്നും തിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ റെസിഡൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയെ വീണ്ടും തിരിച്ചിട്ടുണ്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും. ഓക്കെ, ഈ ആൾ എങ്ങനെയാണ് ഒരു റെസിഡൻ്റ് ആവുന്നത് അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഒരു ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ഫോർ ടാക്സ് പേർപ്പസസ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസിനെ നമ്മൾ ബേസിക് കണ്ടീഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദി SSC ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. അതായത് പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷം SSC ഇന്ത്യയിൽ 182 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? 2023-24. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദി SSC ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ and has been in India for a period of 365 days or more during the 4 years preceding the previous year. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം 182 ദിവസം വേണമെന്നില്ല. സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം 182 ദിവസം വേണമെന്നില്ല, 60 ദിവസമോ അതിലധികമോ മതി. പക്ഷേ ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടി വരുന്നുണ്ട്. പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷങ്ങളിൽ ആകെ മൊത്തം 365 ദിവസം ഇവർ ഇന്ത്യയിലുണ്ടായിരിക്കണം. ആ ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. 4 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു. അത് ഏതൊക്കെ വർഷങ്ങളായിരിക്കും? 2022-23, 21-22, 20-21, 19-20. ഇത്രയും വർഷങ്ങളാണ് 4 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. ഇനി ദി 60 days മെൻഷൻഡ് ഹിയർ വിൽ ബി എക്സ്റ്റെൻഡഡ് ടു 182 days ഇൻ ദ ഫോളോയിങ് കേസസ്. ചില കേസസിൽ നമ്മൾ ഈ പറഞ്ഞ 60 ദിവസത്തിൻ്റെ കേസ് 182 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അത് ഏതൊക്കെ കേസാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഫസ്റ്റ് കേസാണ്, ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഹൂ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൂ ലീവ്സ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ആസ് എ മെമ്പർ ഓഫ് ദ ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ് ഓർ ഫോർ ദ പേർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതായത് ഒരു ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ എംപ്ലോയ്മെൻറ്റിനായിട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ 60 എന്നുള്ളത് 182 ദിവസമാക്കി എക്സ്റ്റെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബീങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ. അതായത് നമ്മളുടെ
ഇപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ ഇന്ത്യക്ക് വെളിയിലുള്ളവരുണ്ട്. അപ്പോൾ അവർ ഒരു അവധിക്കായിട്ട് ഇങ്ങോട്ട് വരുന്നു. അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനുള്ള ഒരാളോ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ 60 എന്നുള്ളത് 182 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ആൻഡ് assessee satisfying none of the basic conditions is non-resident in India for the previous year. അതായത് ഈ പറഞ്ഞ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാത്ത, അതായത് കഴിഞ്ഞ വർഷം 182 ദിവസമോ അല്ലെങ്കിൽ 60 ദിവസമോ താമസിക്കുകയും പിന്നെ അതിനു മുൻപത്തെ 4 വർഷങ്ങൾ 365 ദിവസമോ താമസിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ, 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ ഒരു നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ. Then a person who satisfy any one of the basic conditions mentioned above is resident in India. ഈ പറഞ്ഞ 2-ൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇന്ത്യയിലെ റെസിഡൻ്റ് ആണ്. But to determine whether the person is resident and ordinarily resident in India or resident but not ordinarily resident in India, the following additional conditions are to be satisfied. അപ്പോൾ നമുക്ക് റെസിഡൻ്റ് ആരാണ്, നോൺ റെസിഡൻ്റ് ആരാണെന്നറിയാം. പക്ഷേ ഓർഡിനറിലി റെസിഡൻ്റ് ആരാണ്, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആരാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില അഡീഷണൽ കണ്ടീഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ദി assessee ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ സാറ്റിസ്ഫൈയിങ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് in at least 2 out of 10 years preceding the previous year. അതായത് ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ assessee പ്രീവിയസ് ഇയറിന് പ്രിസീഡിംഗ് ആയിട്ടുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം ഇന്ത്യയിൽ റെസിഡൻ്റ് ആയാൽ മതി. ഒരാൾ എപ്പോഴാണ് റെസിഡൻ്റ് ആവുന്നത്? ബേസിക് കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റ് ആയി. ഓക്കെ. നമ്മൾ ഈ 10 ഇയർ പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു. ആ 10 ഇയർ പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ വർഷങ്ങൾ വരും? 2022-23 തൊട്ട് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 2013-14 വരെ വരും. ഓക്കെ. ഇനി സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ നോക്കാം. ദി assessee ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days ഓർ മോർ ഡ്യൂറിങ് ദി 7 years പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിന് പ്രിസീഡ് ചെയ്യുന്ന 7 വർഷങ്ങളിൽ ആകെ മൊത്തം 730 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടായാൽ മതി. ഈ 7 വർഷങ്ങളിൽ വരുന്നത് 2022-23 തൊട്ട് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 2016-17 വരെ വരും. An assessee satisfying any one of the basic conditions and both the additional conditions is called resident and ordinarily resident in India for the previous year. അതായത് ഒരു റെസിഡൻ്റ് ആയ ആൾ ഈ പറഞ്ഞ അഡീഷണൽ കണ്ടീഷൻസ് 2ഉം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് വിളിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ആൻ assessee satisfying any one of the basic conditions but not satisfying both the additional conditions is resident but not ordinarily resident in India for the previous year. In other words, if a resident person satisfies only one additional conditions, he will be not ordinarily resident. അതായത് ഈ പറഞ്ഞ അഡീഷണൽ കണ്ടീഷൻസിനകത്ത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവും. ഓക്കെ. ഇൻ കൺക്ലൂഷൻ, റെസിഡൻറ്റ് സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻസ്. ഒരു റെസിഡൻ്റ് എന്ന് പറയുന്നത് ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളായിരിക്കും. ദെൻ ordinarily resident satisfies any one of the basic condition and both the additional conditions. Ordinarily resident എന്ന് പറയുന്ന ആൾ ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻസ് 2ഉം സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ദെൻ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് സാറ്റിസ്ഫൈസ് any one of the basic condition and does not satisfy one or both the additional conditions. നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും, എന്നാൽ 2ഓ അല്ലെങ്കിൽ 1ഓ അഡീഷണൽ കണ്ടീഷൻസ് ഡിസാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ദെൻ നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻസ്. നോൺ റെസിഡൻ്റ് എന്ന ആൾ
ഒരു ബേസിക് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.